ഹലോ ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു കലിപ്പൻ്റെ കാന്താരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ സമയം എന്തായാലും 5 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ബദ്രൂട്ടൻ്റെ ചോറൂണാണ്. അപ്പം മുത്തപ്പൻകാവ് ടെമ്പിളിൽ വെച്ചിട്ടാണ് ചോറൂണ്. ഓക്കെ, ഞങ്ങൾ ഉത്സവത്തിന് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചപ്പോൾ ഏട്ടൻ അന്നത്തെ ദിവസം വേണ്ട, ഏട്ടൻ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാട്ടോ, പാവാട എന്താ പറയുക പട്ടുപാടയും ബ്ലൗസും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് അവിടെ സാരി ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അത് വെട്ടിയിട്ട് ഞാനൊരു ചുരിദാറും പിന്നെ അതുകൊണ്ടൊരു പാവാടയ്ക്കൊരു ബ്ലൗസ് വെച്ചു. പാവാട ഇത് ഫോട്ടോഷൂട്ടിന് അന്നെടുത്ത പാവാട. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ അപ്ലോഡ് ചെയ്തതിൽ സെറ്റ് മുണ്ട് കൊടുക്കാനുള്ള പ്ലാനായിരുന്നു. ഈ കളർ ബ്ലൗസും സെറ്റ് മുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് എന്താ പറയുക കംഫർട്ടബിൾ ആവുമെന്ന് എനിക്ക് ഡൗട്ട്. കാര്യം ബദ്രൂനെ എടുത്തുകൊണ്ടൊക്കെ നടക്കുമ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ ബദ്രൂനെ മേലൊക്കെ കഴിയിച്ച് മാറ്റിച്ച് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ആൾ എന്തോ ഫാൻ നിർത്തിയപ്പോൾ അത് ആലോചിച്ച് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആദ്യം റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ കാണിച്ചു തരട്ടെ, ഒരു മിനിറ്റ്. അപ്പോൾ അതേ ആദ്യയുടെ ഡ്രസ് കോഡ് ഇതാട്ടോ. ഉണ്ട് കണ്ടോ, ഇതാണ് അവൻ്റെ ഡ്രസ് കോഡ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക കളറ് എല്ലാവരും ഒരുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാനിത് റെഡിയായി കഴിഞ്ഞു. ഇനി ഒന്ന് മുടി കെട്ടണം, ആ ഒരു പണിയുള്ളൂ. മേക്കപ്പൊക്കെ ചെയ്തിട്ടും കുറേ കാലത്തിന് ശേഷം എൻ്റെ കണ്ണൊക്കെ ഞാൻ എഴുതി ഗൈസ്. നേരം കിട്ടാറില്ല ഇത്തിരി ക്ഷമയോടെ ചെയ്യണം. കണ്ണ് ഞാൻ അങ്ങനെ ചെയ്യലില്ല. ഇപ്പോൾ ഇത് കണ്ണിന് കുറച്ച് ടൈം കൊടുത്തു. ഭദ്ര എഴുന്നേക്കാൻ നല്ല ടൈം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്താ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് മുടി കെട്ടിയിട്ട് വരാം കേട്ടോ. ഏട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം എല്ലാവരും റെഡിയായി. പിന്നെ കാണുന്നില്ലേ, നീ എൻ്റെ ഇടയിൽ പെട്ടിരിക്കുന്ന ഞാൻ കാണുമോ? കണ്ടോ, എല്ലാവരും റെഡിയായിട്ടോ. ഇനി നമ്മുടെ താരം ഇവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. ഉറങ്ങിയിട്ടില്ല, എഴുന്നേറ്റിരിക്കുകയാണ്. അവനെ മാറ്റിച്ചിട്ടില്ല. അവനെ ഞാൻ അവിടെ എത്തിയിട്ട് മാറ്റിക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ മുത്തപ്പൻകാവിലോട്ട് എത്തിയിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ. അങ്ങനെ നമ്മളിതേ കണ്ടോ, പിഷാരിക്കാവ് അമ്പലം, കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രം അവിടെ എത്തി കേട്ടോ. അവിടെ ഇപ്പം ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങളൊരു ദിവസം പോകും. അന്ന് ഞങ്ങൾ വ്ളോഗ് എടുത്തിടാം കേട്ടോ. അമ്മ അവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു ദിവസം എന്തായാലും പോകും. അപ്പം ഞങ്ങൾ അവിടം വരെ എത്തി ഗൈസ്. വിസ്മയ പാർക്ക്. ഇവിടെ ഞങ്ങൾ ആദ്യമുള്ള സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുത്തപ്പൻകാവിലെത്തി മോനെ മാറ്റിച്ചിട്ട് ഞങ്ങളൊരു സെൽഫി എടുത്ത കേട്ടോ. അതിന് ശേഷം ചോറുണ്ണാനായിട്ട് ഇതേ ഞാനൊരുത്തി ചോറ് കൊടുത്തു. മുത്തപ്പൻ്റെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾക്ക് എന്നും സർവ്വാരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ എന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം ആദ്യമൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെയായിരുന്നു. മുത്തപ്പൻകാവിൽ പോയി വന്ന വഴിക്കേ ഞങ്ങൾക്കൊരു ചെറിയൊരു 8ൻ്റെ പണി കിട്ടി ഗൈസ്. അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ടോള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റാഗ് ഉള്ളവർക്ക് മാത്രം വൺ സൈഡ് 75. സാധാരണ നമുക്ക് ഫാസ്റ്റാഗ് ഒന്നുമില്ലാത്ത സാധാരണക്കാർക്ക് 150 രൂപയാണ് കേട്ടോ. എല്ലാവരും ആ ചെറിയ റോട്ടിൽ കൂടി പോകാൻ ശ്രദ്ധിക്കുക. വലിയ റോട്ടിൽ കൂടി പോയാൽ സ്പീഡിൽ എത്തുകയും ചെയ്യും. ഇതുപോലെ 150 രൂപയാണ് വൺ സൈഡ് മാത്രം ചാർജ് ചെയ്യുന്നത്. ഒടുക്കത്തെ പൈസ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ പെട്ടതാണ്. ഇപ്പോൾ ഒരു സൈഡ് മാത്രം 150 രൂപ വാങ്ങി എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിവതും ചെറിയ റോട്ടിൽ കൂടി ഇങ്ങോട്ട് പോരുക, വലിയ റോഡ് കയറാതിരിക്കുക. നമ്മൾ പുതിയ റോഡൊക്കെ കാണുമ്പോൾ നമ്മൾ അടിച്ച് പിരിച്ച് പോകാമെന്ന് ഓർക്കും. ടോളൊക്കെ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫാസ്ട്രാഗ് ഇല്ലാത്തവർക്കൊക്കെ നല്ല പൈസ പിടിക്കുന്നുണ്ട് കേട്ടോ. ഫാസ്ട്രാഗ് വരുന്ന വഴിക്ക് വണ്ടിയിൽക്കാർ ഇങ്ങനെ സൈഡിൽ നിന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്.
അതൊക്കെ റെഡിയാക്കാനുള്ളവരൊക്കെ വേറെ റെഡിയാക്കിയിട്ട് റോട്ടിൽ കയറിയാൽ മതി, ഇല്ലെങ്കിലേ ആളെ കൊല്ലണ പൈസയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കുഞ്ഞിന് എല്ലാവരോടും പ്രാർത്ഥനയും അനുഗ്രഹം വേണം. അതുപോലെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ചോറൂണിൻ്റെ, അതെല്ലാവരും പോയി കാണാം കേട്ടോ. ഓക്കെ, ബൈ.